എനിക്ക് പാഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ 4ാം ക്ലാസ് എത്തുമ്പോ ചെറുപ്പത്തിലെ രാവിലെ എണീറ്റ് ഓടാൻ വേണ്ടി പോകുന്നത്. അപ്പം ഓട്ടത്തിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായാലും രാവിലെ കുറച്ച് എണീക്കേണ്ട കാര്യമായാലും ഒക്കെ നമ്മൾ അതിൽ നമ്മൾ ആക്റ്റീവായി നിൽക്കാൻ നോക്കും. പേരാമ്പ്രയില് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു കായിക താരം എന്നുള്ള അർത്ഥത്തില് ഒരു ഭാവന ഉണ്ടാവുമല്ലോ നാടിനെ കുറിച്ചിട്ട്. ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇനിയിപ്പൊ ഞാൻ കഴിഞ്ഞ് അടുത്തൊരു തലമുറയ്ക്ക് എന്നെക്കൊണ്ട് എൻ്റെ ടാലന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു ഭാവന ഉണ്ടാവില്ലേ? അതെന്തായിരിക്കും അങ്ങനെയൊന്നും? ഞാനിപ്പം എൻ്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ കോച്ചിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഏതെങ്കിലും സ്പോർട്സിൻ്റെ ഏതെങ്കിലും കോച്ചായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യമുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് അതുപോലെയുള്ള സപ്പോർട്ട് നമുക്ക് വേറെ രീതിയിൽ കിട്ടണം. ഈവൻ നമുക്ക് അത്രയും ഫെസിലിറ്റീസ് നമുക്ക് കിട്ടണം. നമ്മൾ ചക്കിട്ടാറിൻ്റെ അടുത്തൊരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതുപോലെ രീതിയിൽ അക്കാഡമി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ളൊരു ഫെസിലിറ്റി കാര്യങ്ങളും അത് വേണം. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അത്ലറ്റിക്സിൻ്റെ നഴ്സറി എന്നായിരുന്നു അറിയപ്പെടുന്നത്. കാരണം പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ, മോളിക്കുട്ടി, ഒരുപാട് അത്ലറ്റ്സ് ഉണ്ടായിരുന്നു, ബീനാമോള്. പക്ഷെ ഇപ്പം കേരളത്തിന് ചില അത്ലറ്റിക്സ് കോമ്പറ്റീഷനിലൊക്കെ ഓവറോൾ ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങൾ കുറച്ചുകൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവര് ഒരു അറ്റൻഷൻ അവർ കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുക്കുന്നുണ്ട്. നമ്മളെ പല പോളിസീസും ഒരുപാട് വർഷം പുറകെയുള്ള പോളിസീസാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അത് പിന്നെ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ഒരു പ്രധാന ആവശ്യമായിട്ട് തന്നെ മുമ്പിലുണ്ട്. നടപ്പിലാവാതെ നമുക്ക് ഫയലിൽ കിടക്കുന്ന ഒരു സംഭവം. പിന്നെ ഈ സ്പോർട്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമുക്കറിയാലോ, കുട്ടികളെല്ലാം തന്നെ ഒന്നെങ്കിൽ മൊബൈല്, അതല്ലെങ്കിൽ അതിലും വലിയ ലഹരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പം ഈ സ്പോർട്സും ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ വൈകുന്നേര സമയം അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടൈം പാസിലേക്കോ വേറെ ഇതിലേക്കോ ഒന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു ശരിയാണ്. ഇപ്പൊ നമ്മളെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ആദ്യം ഇങ്ങനത്തെ എന്തെങ്കിലും കായികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ രൂപത്തിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ മാത്രം പോരാ വേണ്ട ചെയ്യേണ്ട കാര്യമല്ല അത്. നമുക്ക് ഡ്രഗിന് എഗെയിൻസ്റ്റ് ഉള്ള ക്യാമ്പയിൻ ആയിട്ട് അതിന് കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ബിഗ് എമൗണ്ട് ഓഫ് ഫണ്ട് മാറ്റി വെച്ചിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ പേരാമ്പ്രയില് ഭൂമിയുടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഗ്രാമമാണല്ലോ, എല്ലാം ഉണ്ട് ഇവിടെ ഹിൽ സ്റ്റേഷൻ ഉണ്ട്, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡുകൾ ഉണ്ട്, റിവർ സൈഡ് ഉണ്ട്, വേണമെങ്കിൽ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതിനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ട് സ്പോർട്സ് മേഖലയിൽ കുറച്ചുകൂടെ ആളുകൾ ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പാകപ്പെടുത്തി എടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ സ്പോർട്സിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ലെവൽ എന്ന് വെച്ചാൽ എലീറ്റ് ലെവലിലെ സ്പോർട്സ് തന്നെയാണ്. എലീറ്റ് ലെവലിലെ സ്പോർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു മറ്റു സ്റ്റേറ്റുകളൊപ്പം. അതുപോലെ ലാസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ നമ്മളെ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പം ഒരു ഒളിമ്പിക്സിൽ ഒരു രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഇന്ത്യ ഇപ്പം ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് വിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്താ പറയുക, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു അത് തുടങ്ങുന്നത് ചിലപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റെപ്പുകളിലായിരിക്കും. പക്ഷെ അത് എത്തിപ്പെടുന്നത് എന്താ പറയുന്നത് അത്രയും വലിയൊരു ഇതിലേക്കാണ് എത്തിപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വാർഡുകളിലും ഒരു ചെറിയൊരു കളിക്കാനുള്ള സ്ഥലവും ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫുള്ളായിട്ട് നടപ്പിലായിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലം ഇതായിട്ട് എല്ലാ വാർഡുകളിലായാലും പഞ്ചായത്തിൽ എന്തായാലും ഒരു നല്ലൊരു ഗ്രൗണ്ട് വേണം. എല്ലാ വാർഡിലായാലും കുട്ടികൾ കളിക്കാൻ പറ്റുന്നൊരു, കാരണം പല സ്ഥലങ്ങളിലും കുട്ടികൾ കളിക്കാനുള്ള കളിക്കളമില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും ചക്കിടാർ പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ വാർഡുകളിലൊന്നും ഇല്ലല്ലോ അത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, അവിടെയൊക്കെ ഇപ്പം ചക്കിടാറ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂപ്രകൃതി ഒരുപാടുള്ള സ്ഥലമാണ്. ഇപ്പം എല്ലാവർക്കും ചക്കിടാറ പഞ്ചായത്തിലേക്ക് എത്താനാവില്ല. ഒരുപാട് ദൂരമുള്ള ആൾക്കാർ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ചെറിയ കുട്ടികൾക്കൊന്നും എത്താനാവില്ലല്ലോ. അപ്പം എല്ലാ വാർഡുകളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രാക്കെങ്കിലും വേണം, ചെറിയൊരു ഗ്രൗണ്ട് വേണം. അതെ ഗ്രൗണ്ട് അതൊരു പിന്നെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അനിവാര്യതയാണല്ലോ, കുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടുന്ന് നമ്മള് ചെറിയ മക്കളാവുമ്പം അവർക്ക് നാട്ടിലേക്ക് പോയിട്ട് ഐ മീൻ
സിറ്റിയിലേക്ക് പോയിട്ട് കളിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര പ്രായോഗികമല്ല. വീടിൻ്റെ അടുത്ത് സ്കൂളുകളും കോളേജൊക്കെ അനുവദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിക്കൂടാ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ ഒരു അത്ലറ്റ് ആവേണ്ട ഒരാൾ നാളെ ഒരു നേഴ്സ് ആവാണ്ട് നിൽക്കട്ടെ, കാരണം ആ സൗകര്യം ഉണ്ടാവണം. അപ്പോൾ ഒരു ഡോക്ടർ ആവേണ്ട ആൾ ഡോക്ടർ ആവണം, അഡ്വക്കേറ്റ് ആവേണ്ട ആൾ അഡ്വക്കേറ്റ് ആവണം, ഒരു ക്രിക്കറ്റർ ആവേണ്ട ആൾക്ക്. ഇവിടെ എനിക്ക് ക്രിക്കറ്റർ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ഉറപ്പായിട്ടും ക്രിക്കറ്റിന് ഒരു അവസരമൊക്കെ ഉണ്ടെങ്കിൽ ക്രിക്കറ്റർ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു നെറ്റ് പ്രാക്ടീസിൻ്റെയോ ഇവിടെ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പം കോഴിക്കോട് നെറ്റ് പ്രാക്ടീസിനുള്ള അക്കാഡമിയും കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ അതില്ലല്ലോ. ഇപ്പോൾ ഇവിടെയുള്ള ക്രിക്കറ്റർ ചിലപ്പോഴേക്കും നാളെ ചിലപ്പം വേറെ എന്തെങ്കിലും പണിക്കായി ചിലപ്പോൾ പോകുന്നത്. സത്യം പറയാനാവില്ല, കാരണം പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവില്ല അത്രേ, പക്ഷെ കളിക്കാൻ നല്ലതുണ്ടാവും. പക്ഷെ ആ ഒരാൾക്ക് ഇവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പായും കഴിവുണ്ടാവും. ആ റൈറ്റ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോകാനുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയും വേണം. അത് എഞ്ചിനീയർ ആവാൻ ചില ആൾക്കാർ, വീടുണ്ടാക്കാൻ കഴിവായിരിക്കും, ചിലർക്ക് അത്ലറ്റ് ആയിരിക്കും. അപ്പോൾ ഒരാൾക്കും കഴിവ് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രോബ്ലം ആയിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാണ്ട് പോരുത്. ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. നിങ്ങൾ US പോയിട്ടുണ്ടെന്ന്, US മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ISL IPL ഒക്കെ വന്നുകൊണ്ട് പണ്ട് ഇന്ത്യൻ ടീമിൽ 15 ഉള്ളിൽ വന്നാൽ അവർക്ക് മാത്രമേ ഫ്യൂച്ചർ ഉള്ളായിരുന്നു. ഇപ്പൊ സഞ്ജു തന്നെ ഇവിടെ എത്താൻ കാരണം IPL അല്ലെങ്കിൽ സഞ്ജു എത്രയോ ഒരു 10 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഔട്ടായതാ. പിന്നെ 1-2 വർഷം ഔട്ടായ ആൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടും IPL-ലുണ്ട്. അതുപോലെ ഫുട്ബോളിന് ISL ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കയറണമെന്നില്ല, അല്ലാണ്ട് തന്നെ പ്ലേയേഴ്സിന് ഇൻകം വരുന്നുണ്ട്, എക്സ്പോഷർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കമ്മിങ് ബാക്ക് ആണ് സഞ്ജുവിന്റെ കാര്യത്തിലൊക്കെ. അതാ എക്സ്പോഷർ ഉള്ളതുകൊണ്ട്, ISL ഉള്ളതുകൊണ്ട്. അതുപോലെ IPL ഉള്ളതുകൊണ്ട്, സോറി, ISL ഫുട്ബോളിന്റെ ആണ്. അതുപോലെ കബഡിന്റെ ലീഗ് ഉണ്ട്, വോളിബോളിന്റെ ലീഗ് ഉണ്ട്. അത്ലറ്റിക്സിന്റെ ലീഗ് സ്റ്റാർട്ട് ആയിട്ടില്ല, പക്ഷെ വേറെ എല്ലാ ഗെയിമിനും ലീഗുകളുണ്ട് ഇപ്പം. അപ്പൊ അതൊരു അത്ലറ്റിക്സിന് ഇൻകം ആണ്, അവർക്ക് എക്സ്പോഷർ ആണ്. അപ്പം നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആയിട്ടില്ല ഇപ്പം. പിന്നെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നാട്ടില് ഒന്നെങ്കിൽ പാരൻസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് പറ്റും. അതല്ലെങ്കിൽ സ്കൂളിലുള്ള ഒരു സിസ്റ്റം, അതല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ, ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റം. ഇവർക്കൊക്കെ ഒരാളുടെ ഒരു ടാലന്റിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അതല്ലാത്തതൊക്കെ എക്സെപ്ഷണൽ കേസസ് ആയിരിക്കും അല്ലാതെ വരുന്നത്. ഇത് നമുക്കൊരു സിസ്റ്റത്തിലൂടെ ആകുമ്പോൾ ഒരാളോ രണ്ടാളോ അല്ല, ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട്, സിന്തറ്റിക് ട്രാക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താണോ ആ മേഖലയിൽ ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ രൂപത്തിലൊക്കെ ചിന്തിക്കാം, ആലോചിക്കാം. അതിന് വേണ്ടിയത് എന്താണോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് തുടങ്ങി വെക്കാം. പതുക്കെ പതുക്കെ. ഞാൻ ഈ മല കയറുമ്പോൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണത്. ഇവിടെ ഫിസിക്കലി പ്രത്യേകിച്ച് സ്പോർട്സ് താരങ്ങൾ ഉള്ളതുകൊണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് ആളുകൾ ഡിപ്ലോയ് ചെയ്താൽ അവർ ഹൈറ്റ്സിലെത്തും. അപ്പൊ അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് ഈ ആളുകളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് അവർക്കൊരു, പ്രത്യേകിച്ച് നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു ലോങ് വിഷൻ ഉണ്ടാവും. ഇന്റർനാഷണലി എന്താണ് അവിടുത്തെ സ്പോർട്സ് മേഖലയിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ലോങ് വിഷൻ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരണം. കാരണം നാടിന്റെ അസറ്റ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നമുക്ക് പേരാമ്പ്രയില് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാർവെസ്റ്റ് ചെയ്യണം ഇവിടെ. അങ്ങനെ ഒരു ബറ്റാലിയൻ ഓഫ് ആളുകൾ എന്തായാലും പിറകിലുണ്ട്. അവരെ നേർച്ചർ ചെയ്തിട്ട് അവരെ നമുക്ക് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി എവിടെങ്കിലും രക്ഷപ്പെടുമ്പോൾ കുട്ടി മാത്രമല്ല, കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ പാരന്റ്സ്, അവരുടെ കുടുംബം, ഇനി വരാൻ പോകുന്ന തലമുറ, അവരുടെ കുട്ടികൾ, എല്ലാവരും കൂടിയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുമ്പോൾ. പ്രത്യേകിച്ച് എന്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മള് ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സ്പോർട്സിന്റെ വഴിയായിട്ട്. അങ്ങനെ ഏത് ഫീൽഡിലായാലും ഈ പറഞ്ഞ പോലെ നോക്കാം നമുക്ക്. എന്തായാലും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക. ഈ നാട്ടിൽ എന്തായാലും അതിനൊക്കെ സാധ്യതകൾ ഉണ്ടല്ലോ, ശ്രമിച്ചു നോക്കാം അല്ലേ? തീർച്ചയായിട്ടും.